നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രണ്ടാം ഘട്ട പ്രഖ്യാപനം ഉടൻ. പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. പാലക്കാട് റൂറൽ ബ്ലോക്ക് ജില്ലാ വാർഷിക സമ്മേളന സ്വാഗത സംഘം രൂപീകരിച്ചു. സമ്മേളനം മാർച്ച് 30-31 തീയതികളിൽ കോങ്ങാട്ട്. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ മുനിസിപ്പൽ ഭരണം പിടിക്കാൻ BJP നീക്കങ്ങൾ തുടങ്ങി. സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ ആദ്യഘട്ട 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇത്തവണ മുനിസിപ്പാലിറ്റി BJP ഭരിച്ചിരിക്കുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ പറഞ്ഞു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഷൊർണൂരിലെ തദ്ദേശ പോരിന് തുടക്കം കുറിച്ചുകൊണ്ട് BJPയുടെ നീക്കങ്ങൾ തുടങ്ങി. കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും കൗൺസിലർമാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കിയെടുത്ത BJP ഇത്തവണ ഭരണം പിടിക്കാനുള്ള നീക്കവുമായാണ് മുന്നോട്ടു പോകുന്നത്. ഇത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ആദ്യഘട്ട BJP സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ മൈൽഹാനം ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഇത്തവണ മുനിസിപ്പൽ ഭരണം പിടിക്കുക തന്നെ ചെയ്യുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ സംസാരിക്കവേ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ പറഞ്ഞു. ആദ്യമായി സദ്ഭരണത്തിന് തുടക്കം കുറിച്ച ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന സ്ഥലം, ആ ദിവസം, ആ സമയം എന്നുള്ള നിലയിൽ ഈ പരിപാടി അറിയപ്പെടും എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാറ്. ഒരു സംശയവും വേണ്ട, ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ ഷൊർണൂർ ഭരിച്ചിരിക്കും. അങ്ങനെ തകർക്കാൻ പറ്റാത്ത ഒരു കോട്ടയിൽ 42 വർഷമായി കമ്മ്യൂണിസ്റ്റുകാര് രാവണൻ കോട്ട കെട്ടി ഈ ഷൊർണൂരിനെ സംരക്ഷിച്ചുവെങ്കിൽ ആ കോട്ട നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തകർക്കും. ഡിസംബർ 11-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. ഡിസംബർ 13-ാം തീയതി വോട്ടെടുപ്പോ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുമെങ്കിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ BJP ഭരിച്ചിരിക്കും. ഒരു സംശയമാണ്. അത്രയും ആത്മവിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കോൺഗ്രസും CPM ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഭാരതീയ ജനതാ പാർട്ടി 25 സ്ഥാനാർത്ഥികളെ ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ നമ്മുടെ പിന്നാലെ ഓടേണ്ടവരാണ്. നമ്മൾ അവരുടെ പിന്നാലെ പോകേണ്ടവരല്ല. നമ്മൾ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നില്ല. ഷൊർണൂർ പിടിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ആത്മവിശ്വാസമുണ്ട്. ആദ്യഘട്ടത്തിൽ 25 വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് നടന്നത്. നിലവിലുണ്ടായിരുന്ന കൗൺസിലർമാരിലെ EP നന്ദകുമാർ, സിനി മനോജ്, പ്രസാദ് അടക്കം 5 പേർ ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അടുത്ത ഘട്ട പ്രഖ്യാപനം ഉടൻ തന്നെ നടക്കുമെന്ന് നേതാക്കൾ പറയുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ജയൻ മാസ്റ്റർ, മംഗലം ശങ്കരൻകുട്ടി, പരമേശ്വരൻ മാസ്റ്റർ, രുക്മിണി ടീച്ചർ, രഞ്ജിത്ത്, EP നന്ദകുമാർ, സിനി മനോജ്, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥന ഇനി സജീവമാകും. പാലക്കാടിന് പുറമെ ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകൾ കൂടി ഭരണം പിടിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. ഇനി ഷൊർണൂരും മാറുമെന്നാണ് ഷൊർണൂരിലെ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU പാലക്കാട് റൂറൽ ബ്ലോക്ക് 34ാമത് പാലക്കാട് ജില്ലാ വാർഷിക സമ്മേളനത്തിന് സ്വാഗത സംഘമായി. മാർച്ച് 30-31 തീയതികളിൽ കോങ്ങാട് KM കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം. സ്വാഗത സംഘം രൂപീകരണ യോഗം K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ ഇരിക്കുന്ന സമയത്ത് വ്യത്യസ്ത പൊസിഷനുകളാണ്, പദവികൾ അലങ്കരിച്ചാണ്. സംഘടനയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ച് പെൻഷൻ വാങ്ങുന്നവരാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്തകളുള്ളവരാണ്. പക്ഷെ ഈ സംഘടനയുടെ കൊടികീഴിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ആ സന്ദേശം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ
അനുഷ്ഠിച്ചതിനു ശേഷം, സേവനം ഗവൺമെന്റിൽ അനുഷ്ഠിച്ചതിനു ശേഷം സർക്കാർ നൽകേണ്ടതായിട്ടുള്ള സംരക്ഷണ KSSPU ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. KK സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അജിത്, സംഘടനാ സംസ്ഥാന സെക്രട്ടറി NP കോമളം, RA ഉണ്ണിത്താൻ, M രാമകൃഷ്ണൻ മാസ്റ്റർ, രക്ഷാധികാരി CM വർഗീസ്, K രാധാദേവി, K പാർത്ഥസാരഥി, M കാസിം എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ചെയർമാനും യൂണിയൻ ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ജനറൽ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. മാർച്ച് 30-31 തീയതികളിൽ കോങ്ങാട് KM കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം. 3200ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം സാംസ്കാരിക സമ്മേളനം, സുഹൃത്ത് സമ്മേളനം, വനിതാ സമ്മേളനം, പ്രതിനിധി സമ്മേളനം എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനനന്മ ഗൃഹസന്ദർശന കാൽനട യാത്ര പ്രയാണം തുടങ്ങി. കോൺഗ്രസ് വരണം, കോട്ടായി വളരണം എന്ന മുദ്രാവാക്യത്തോടെയാണ് ഗൃഹസന്ദർശന യാത്ര പര്യടനം. കോൺഗ്രസ് വരണം, കോട്ടായി വളരണം എന്ന പ്രമേയവുമായി നടത്തുന്ന ജനനന്മ ഗൃഹസന്ദർശന യാത്ര 1-ാം വാർഡിൽ നിന്നും ആരംഭിച്ചു. ചെറുകുളം സെൻട്രൽ ജാഥ ക്യാപ്റ്റനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ രാജകൃഷ്ണൻ മാസ്റ്റർക്ക് പതാക കൈമാറി KPCC അംഗം C പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ആ സാധനം, ആ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ മാറ്റി അത് കട്ടെടുത്ത് ചെമ്പുപാളിയാണ് എന്ന് ദേവസ്വം കമ്മീഷണർ, ഇപ്പോൾ 2019 ദേവസ്വം കമ്മീഷണർ തുടർച്ചയായി 2 പ്രാവശ്യം അദ്ദേഹം അവിടെ ഇന്നലെ അറസ്റ്റ് ചെയ്ത N വാസു എന്ന് പറയുന്ന ആള്, അദ്ദേഹം ആരാണ്? മുൻകാലങ്ങളിൽ 27ാമത്തെ വയസ്സിൽ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം അഡ്വക്കേറ്റായി ദേവസ്വം കമ്മീഷണറായി, അതിനുശേഷം ഒരു ട്രിബ്യൂണലിന്റെ ചെയർമാനായി, ആ ട്രിബ്യൂണലിൽ നിന്ന് ദേവസ്വം കമ്മീഷണറായി വരുന്നു. മണ്ഡലം പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി രമേശ്, കോൺഗ്രസ് നേതാക്കളായ KV രാധാകൃഷ്ണൻ, NK ശശിധരൻ, ഭാസി, സുരേഷ് കുമാർ, ശാന്തകുമാർ, സുലൈമാൻ കരിയംകോട്, 16 വാർഡുകളിലെയും ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹി PP സുധ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പനയൂർ മിനിപ്പടി അയ്യപ്പക്ഷേത്രം റോഡിന്റെ ശോചനീയ അവസ്ഥ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പരിഹരിച്ചു. റോഡിലെ കുഴികൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. പനയൂർ മിനിപ്പടി അയ്യപ്പക്ഷേത്രം ഹെൽത്ത് സെന്റർ റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ കാലവർഷത്തിലാണ് റോഡ് തകർന്നത്. പ്രദേശവാസികൾ റോഡിന്റെ ശാപമോക്ഷത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. സുമനസ്സുകളുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം ഏറ്റെടുത്തതെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തനുമായ ജയകൃഷ്ണൻ പറഞ്ഞു. പനയൂർ അയ്യപ്പക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ്. നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾ, അതുപോലെ സ്കൂളുകളിലേക്കുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ സാധാരണ മനുഷ്യൻ്റെ ഗതാഗതത്തിനൊക്കെ വളരെ അസൗകര്യം തോന്നിയ ഒരവസ്ഥയിൽ ഈ പ്രദേശത്തുള്ള ഈ റോഡ് ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു കൂടിയ ആലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ആളുകളിൽ നിന്ന് ഉൽപ്പന്നം ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് മുതിർന്നിട്ടുള്ളത്. അയ്യപ്പക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ദേവദാസ്, മിനിപ്പടി പ്രദേശവാസികളായ ബാബുരാജ്, O മധു, ശിവദാസൻ, പ്രജീഷ്, പവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അഭിനന്ദനങ്ങളും ആശംസകളും പരസ്പരം അറിയിച്ചും നേട്ടങ്ങളും കോട്ടങ്ങളും പരാമർശിച്ചുകൊണ്ടും ഷൊർണൂർ നഗരസഭയിൽ സ്നേഹസംഗമം. ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്നേഹസംഗമം ചേർന്നത്. ജനപ്രതിനിധികൾക്ക് ഉപഹാരവും കൈമാറി. അഭിനന്ദനങ്ങളും ആശംസകളും പരസ്പരം അറിയിച്ചും വികസന നേട്ടങ്ങളും കോട്ടങ്ങളും പരാമർശിച്ചുകൊണ്ടുമുള്ള സ്നേഹസംഗമത്തിന് ഷൊർണൂർ നഗരസഭാ കൗൺസിൽ ഹാൾ വേദിയായി. ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ബുധനാഴ്ച ഇത്തരമൊരു സ്നേഹസംഗമം ഒരുക്കിയത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സ്നേഹസംഗമം. വിമർശനങ്ങളും പരാതികളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്തരം സംഭവങ്ങൾ നല്ല രീതിയിലുള്ള ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. സെക്രട്ടറി അടക്കമുള്ളവരുടെ പ്രവർത്തനം ഏറെ മികച്ചതാണ്. എല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടുകൂടി പല പദ്ധതികളും നടപ്പിലാക്കിയതോടൊപ്പം ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചെന്നും
MK ജയപ്രകാശ് പറഞ്ഞു. എന്തായാലും നമ്മുടെ ഈ 2020 ഡിസംബറിലാണ് പുതിയ കൗൺസിൽ അധികാരത്തിൽ വന്നത്. ഒരുപക്ഷെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നഗരസഭ ചെയർമാനായിട്ട് ഞാൻ അധികാരമേറ്റത്. കാരണം ഭൂരിപക്ഷമില്ലാത്ത ഒരു കൗൺസിലിനെയാണ്, ഒരുപക്ഷെ ആദ്യമായിട്ട് ഭൂരിപക്ഷമില്ലാത്ത ഒരു കൗൺസിലിനെയാണ് നയിക്കേണ്ടി വന്നത്. അങ്ങനെ നയിക്കേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ആദ്യഘട്ടത്തിലൊക്കെ നേരിടേണ്ടി വന്നു. പൊതുവിൽ അങ്ങനെ ഒരു ക്രൈസിസ് നേരിടേണ്ടി വന്നത് സ്വാഭാവികമായിട്ടും പാർലമെന്ററി ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ ദൗത്യം അവരും ഭരണപക്ഷത്തിന്റെ ദൗത്യം ഇവിടെയും നിർവഹിക്കുക എന്നുള്ളത്. എതിർപ്പുകളുണ്ടെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യുമെന്നും അത് പ്രതിപക്ഷത്തിന്റെ കടമയായിരുന്നുവെന്നും കെ കൃഷ്ണകുമാറും യോഗത്തിൽ പറഞ്ഞു. ഈ ഭരണസമിതിയിൽ മുൻപെങ്ങുമില്ലാത്ത കൂട്ടായ്മയുടെ കാലഘട്ടമായിരുന്നുവെന്നും കെ കൃഷ്ണകുമാർ സൂചിപ്പിച്ചു. എതിർപ്പുള്ള കാര്യങ്ങളിൽ നല്ലപോലെ എതിർത്തിട്ടുണ്ടെന്ന് കൗൺസിലർ EP നന്ദകുമാറും പറഞ്ഞു. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും EP നന്ദകുമാർ സൂചിപ്പിച്ചു. ചില കാര്യങ്ങളിൽ ചില ജീവനക്കാരെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നന്ദകുമാർ പറഞ്ഞു. മറ്റു ജനപ്രതിനിധികളും സെക്രട്ടറിയും ജീവനക്കാരും ആശംസകൾ അർപ്പിച്ചു. മുനിസിപ്പൽ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 33 കൗൺസിലർമാർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ കൈമാറി. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഫുഡ് ഫെസ്റ്റിലൂടെ സമാഹരിച്ച തുക കൊണ്ട് വാങ്ങിച്ച വീൽചെയർ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് സമ്മാനിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ നിന്നും സെക്രട്ടറി വീൽചെയർ ഏറ്റുവാങ്ങി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയ്ക്ക് സ്നേഹാദരവുമായി നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ. കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂർ നഗരസഭ നേടിയതടക്കമുള്ള സാഹചര്യത്തിലാണ് ഫലവൃക്ഷത്തൈയും ഉപഹാരവും നൽകി നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ആദരിച്ചത്. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തുള്ള നഗരസഭയുടെ ഇടപെടലും കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂർ നഗരസഭയെ തെരഞ്ഞെടുത്തിൻ്റെയും സാഹചര്യത്തിലാണ് നഗരസഭയ്ക്ക് സ്നേഹാദരവുമായി നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ രംഗത്തെത്തിയത്. ആദരവിൻ്റെ ഭാഗമായി ചെയർമാൻ MK ജയപ്രകാശിന് ഉപഹാരവും പൊന്നാടയണിക്കലും ഫലവൃക്ഷത്തൈ നൽകലുമുണ്ടായി. ഫൗണ്ടേഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ AS വനജ ഉപഹാരം കൈമാറലും പൊന്നാടയും അണിയിച്ചു. ഫൗണ്ടേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ഉപഹാരം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത് കുമാറും കൈമാറി. തുടർന്ന് നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നടൽ MK ജയപ്രകാശും AS വനജയും നിർവഹിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തുള്ള ഇടപെടലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അവരഭിനന്ദിക്കുക കൂടി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ സ്നേഹാദരവ് ഗ്ലോബൽ നന്മമരത്തിൻ്റെ നേതൃത്വത്തിൽ നൽകാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട്. വളരെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനപൂർവ്വമാണ് അവരിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങുന്നത്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ P സിന്ധു, മറ്റു ജനപ്രതിനിധികൾ സെക്രട്ടറി PS രാജേഷ്, വനമിത്ര അവാർഡ് ജേതാവ് മോഹൻദാസ് ഇടിയത്ത്, C ബിജു, വിജയ് പ്രകാശ് ശങ്കർ, ഫൗണ്ടേഷൻ മെമ്പർമാരായ അനീഷ, രാജി, ദിവ്യ എന്നിവരും സന്നിധരായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യ വിഭാഗം 6 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചവാദ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വജ്ര ജൂബിലി ആഘോഷിക്കും. വെള്ളി ശനി ദിവസങ്ങളിലായി കൂത്തമ്പലത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച രാവിലെ 9:30 പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. തിമിലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുനിശ്ശേരി അനിയന്മാരാർക്ക് 10,001 രൂപയും പ്രശസ്തി പത്രവും മൊമന്റയും പൊന്നാടയും ചടങ്ങിൽ നൽകും. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. മറ്റു നിരവധി കലാകാരന്മാർ ചടങ്ങിൽ പങ്കെടുക്കുകയും തുടർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടാകും. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മദ്ദളരത്നം ചെർപ്പുളശ്ശേരി ശിവൻ ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ചോറ്റാരിക്കര വിജയന്മാരാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചനാനം പഞ്ചവാദ്യം അരങ്ങിലെത്തും. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികളായ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, കലാമണ്ഡലം ഹരിദാസ്, പെരിങ്ങോട് ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ആഘോഷം പൂർത്തിയാകുമ്പോൾ അത് ഗംഭീരമായി എല്ലാ
തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വാദകരാവട്ടെ കലാപ്രയാപ്തകളാവട്ടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും അവർക്ക് അനുഗുണമാകുന്ന രീതിയിലുള്ള കലാപരിപാടികളോടെ അല്ലെങ്കിൽ ഇത്തരം സെമിനാറുകളോടെ ഗവേഷകർക്കൊക്കെ ഉപകാരപ്പെടുന്ന സെമിനാറുകളോടെ ഒക്കെ ഗംഭീരമായി ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ തീരുമാനിച്ചത്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പരിപാടി എന്ന് പറയുന്നത് പഞ്ചവാദ്യത്തിലെ 5 കാലങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യം അല്ല ഇന്ന് ആസ്വാദനം നെഞ്ചിലേറ്റിയ 5 പ്രമാണിമാർ, അതായത് മദ്ദളത്തിലും തിമിലയിലും 5 പ്രമാണിമാർ മാറി മാറി വരുന്ന, അതിനൊപ്പം കൂട്ട് കലാകാരന്മാരും മാറി വരുന്ന ഒരു പഞ്ചവാദ്യത്തിൽ ഏറ്റവും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 90-91 കാലഘട്ടത്തിൽ പറളി ഹൈസ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം നവംബർ 16 നടക്കും. പറളിയിലെ വിദ്യാലയത്തിൽ നടക്കുന്ന സംഗമത്തിൽ ഉന്നതികളിലെത്തിച്ചേർന്ന സഹപാഠികളെ ആദരിക്കുമെന്ന് സംഘാടക സമിതി സെക്രട്ടറി NV സന്തോഷ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഗമത്തിന് മുന്നോടിയായി 15-ന് എടത്തറ മുതൽ പറളി വരെ മങ്കര ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പദയാത്ര സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കായിക മേഖലയിലും സൈനിക മേഖലയിലും എത്തിപ്പെട്ടവരെയും പറളി ഹൈസ്കൂൾ കായികാധ്യാപകൻ PG മനോജ് കുമാറിനെയും സ്കൂൾ കായികമേളയിൽ മെഡൽ നേടിയ കായിക താരങ്ങളെയും അനുമോദിക്കും. അക്ഷരം പകർന്നു തരികയും വിട്ടുപിരിയുകയും ചെയ്ത അധ്യാപകർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. വിട്ടുപിരിഞ്ഞ സഹപാഠികളെ അനുസ്മരിക്കും. സഹപാഠികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറുമെന്നും സന്തോഷ് പറഞ്ഞു. പ്രസിഡന്റ് K അനുപമ, V വിദ്യാധരൻ, NA നജീബ്, VV സിറാജുദ്ദീൻ, V നാരായണൻകുട്ടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രണ്ടാംഘട്ട പ്രഖ്യാപനം ഉടൻ. പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. പാലക്കാട് റൂറൽ ബ്ലോക്ക് ജില്ലാ വാർഷിക സമ്മേളന സ്വാഗത സംഘം രൂപീകരിച്ചു. സമ്മേളനം മാർച്ച് 30-31 തീയതികളിൽ കോങ്ങാട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.